സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ആറ്റുകാലമ്മ ഭഗവതി സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ദേവിയെക്കുറിച്ച് ഒരു എത്തിനോട്ടം നമുക്ക് നടത്താം. തമിഴ് കവിയായ ഇളങ്കോവടികൾ രചിച്ച ചിലപ്പതികാരത്തിലെ പ്രശസ്ത നായിക കണ്ണകിയുടെ ദിവ്യരൂപമാണ് ആറ്റുകാൽ ഭഗവതി എന്ന് കരുതപ്പെടുന്നു. പുരാതന നഗരമായ മധുരയുടെ നാശത്തെ തുടർന്ന് കണ്ണകി നഗരം വിട്ട് കന്യാകുമാരി വഴി കേരളത്തിലെത്തി. കൊടുങ്ങല്ലൂരിലേക്കുള്ള വഴിയിൽ ആറ്റുകാൽ എന്ന സ്ഥലത്ത് താമസമാക്കി എന്നാണ് കഥ. പരമശിവന്റെ പത്നിയായ പാർവതിയുടെ അവതാരമാണ് കണ്ണകി എന്ന് കരുതപ്പെടുന്നു. സർവശക്തിയും ദയാലുവുമായ ആറ്റുകാൽ ഭഗവതി ആറ്റുകാൽ എന്നേക്കും വാഴ്ന്നു വരുന്നു. ഒരു അമ്മ തന്റെ മക്കളെ പരിപാലിക്കുന്ന പോലെ ഭക്തരെ പരിചരിക്കുന്നു. ദൂരെ നിന്നും അടുത്തു നിന്നുമുള്ള ആയിരക്കണക്കിന് ഭക്തർ ദേവിയുടെ മുമ്പിൽ ഭക്തിയോടെ വണങ്ങി സാഷ്ടാംഗം പ്രണമിച്ച് അവരുടെ കഷ്ടപ്പാടുകളും വേദനകളും പരിഹരിക്കാൻ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നു. ആറ്റുകാലമ്മ ക്ഷേത്രത്തിന്റെ ഒരു ചരിത്രം നമുക്ക് പുറകോട്ട് പോവുകയാണെങ്കിൽ, മുള്ളുവീട്ടിൽ കുടുംബത്തിലെ ഒരു തീക്ഷ്ണ ഭക്തയ്ക്ക് ഭഗവതി സ്വയം വെളിപ്പെടുത്തിയതായി കഥയുണ്ട്. ഒരു വൈകുന്നേരം കിള്ളി നദിയിൽ വഴിപാടുകൾ നടത്തുന്നതിനിടെ ഒരു പെൺകുട്ടി കുടുംബനാഥന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് നദി മുറിച്ചു കടക്കാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുവെന്ന് പറയപ്പെടുന്നു. അവളുടെ ആകർഷണമായ പെരുമാറ്റത്തിൽ ആകർഷണനായ വൃദ്ധൻ ഭയഭക്തിയോടെ അവളുടെ മുന്നിൽ കുനിഞ്ഞു. നദി മുറിച്ചു കടക്കാൻ സഹായിക്കുക മാത്രമല്ല, അവളെ അടുത്തുള്ള തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. വിചിത്രമെന്ന് പറയട്ടെ, പെൺകുട്ടിയെ ഊഷ്മളമായി സ്വീകരിക്കാൻ വീട്ടുകാർ ഒരുക്കങ്ങൾ നടത്തുന്നിടയിൽ അവൾ അപ്രത്യക്ഷിതയായി. ആ രാത്രിയിൽ തന്റെ സ്വപ്നത്തിൽ വൃദ്ധന്റെ മുന്നിൽ ഒരു ഐക്കണായി അവൾ പ്രത്യക്ഷപ്പെട്ട് അടുത്തുള്ള പുണ്യസ്ഥലത്ത് കുറ്റിച്ചെടികളും സസ്യങ്ങളും നിറഞ്ഞ കാവ് എന്ന് വേണമെങ്കിൽ പറയാം 3 വരകളാൽ അടയാളപ്പെടുത്തിയ ഒരു പവിത്രമായ സ്ഥലത്ത് തനിക്കായി ഒരു വാസസ്ഥലം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പിറ്റേന്ന് രാവിലെ വൃദ്ധൻ സ്വപ്നത്തിൽ അദ്ദേഹത്തിന് വെളിപ്പെടുത്തിയ സ്ഥലത്തേക്ക് പോയി. അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി നിലത്ത് 3 അടയാളങ്ങൾ അദ്ദേഹം കണ്ടെത്തി. ദേവിയെ പ്രതിഷ്ഠിക്കുന്നതിനായി ഈ പ്രതിഷ്ഠിത സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയുന്നതിൽ അദ്ദേഹം ഒട്ടും സമയം പാഴാക്കിയില്ല. വർഷങ്ങൾക്ക് ശേഷം പ്രാദേശിക ഭക്തർ ആ കെട്ടിടം പുതുക്കിപ്പണിതു. കുന്തം, വാൾ, പരിച തുടങ്ങിയ നാശത്തിന്റെ ആയുധങ്ങൾ വഹിക്കുന്ന 4 കൈകളുള്ള ദേവന്റെ മനോഹരവും ഗംഭീരവുമായ ഒരു ഐക്കണും അവർ സ്ഥാപിച്ചു. ബദ്രിനാഥ് ക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതനാണ് ഈ ഉന്നത പ്രതിഷ്ഠ ചടങ്ങ് നടത്തിയത്. ദക്ഷിണേന്ത്യയിലെ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം ഭക്തരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. ആറ്റുകാൽ ക്ഷേത്രത്തിലെ ദേവിയെ പരമമാതാവായും എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടാവായും സംഹാരകയായും ആരാധിക്കുന്നു. ഇന്നത്തെ കലിയുഗത്തിൽ ലോകത്തിലെ തിന്മയെ ഉന്മൂലനം ചെയ്യാനും നന്മയെ സംരക്ഷിക്കാനും വിഷ്ണുമായ ഭഗവതിയുടെ അവതാരം സ്വീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ശ്രീകോവിലിൽ ദേവിയുടെ 2 വിഗ്രഹങ്ങളുണ്ട്. യഥാർത്ഥ വിഗ്രഹം അതിന്റെ എല്ലാ പ്രാകൃത സൗന്ദര്യത്തിലും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സ്ഥാപിച്ച കല്ലുകൾ പതിച്ച അലങ്കാര സ്വർണത്തിൽ പൊതിഞ്ഞിരിക്കുന്നു. ദേവിയുടെ 2ാമത്തെ വിഗ്രഹം യഥാർത്ഥ വിഗ്രഹത്തിന് പുറമേ സ്ഥാപിച്ചിരിക്കുന്നു. ക്ഷേത്ര ഇടനാഴികകളിൽ സർപ്പദേവനായ ഗണേശന്റെയും ശിവന്റെയും കൊത്തുപണികളും ശില്പങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ശ്രീകോവിലിനുള്ളിലെ ശ്രീകോവിലിന്റെ മധ്യഭാഗത്ത് എല്ലാവർക്കും പ്രകാശവും തിളക്കവും പ്രസരിപ്പിക്കുന്ന ഒരു പവിത്രമായ സ്ഥലത്ത് ആറ്റുകാൽ ഭഗവതിയുടെ വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നു. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് പൊങ്കാല മഹോത്സവം.
കേരളത്തിന്റെ തെക്കൻ ഭാഗത്തും തമിഴ്നാട്ടിലെ ചില ഭാഗങ്ങളിലും പ്രചാരത്തിലുള്ള ഒരു പ്രത്യേക ക്ഷേത്ര ആചാരമാണ് പൊങ്കാല നിവേദ്യം. മലയാള മാസമായ മകരം കുംഭത്തിലെ, അതായത് ഫെബ്രുവരി മാർച്ച് കാർത്തിക നക്ഷത്രത്തിൽ ആരംഭിച്ച് രാത്രിയിൽ കുരുതി തർപ്പണം എന്നറിയപ്പെടുന്ന യാഗത്തോടെ സമാപിക്കുന്ന 10 ദിവസത്തെ പരിപാടിയാണിത്. ഉത്സവത്തിന്റെ 9ാം ദിവസം ലോകപ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം നടക്കുന്നു. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഏകദേശം 5 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ ജാതി മതവിഭാഗങ്ങളിലുള്ള ആളുകളുടെ വീടുകൾ, തുറന്ന വയലുകൾ, റോഡുകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകളുടെ പരിസരങ്ങൾ എന്നീ പ്രദേശങ്ങൾ മുഴുവൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറത്തുനിന്നും ഒത്തുകൂടുന്ന ലക്ഷക്കണക്കിന് സ്ത്രീ ഭക്തർക്ക് പൊങ്കാല ചടങ്ങുകൾ നടത്തുന്നതിനുള്ള ഒരു പവിത്രമായ സ്ഥലമായി ഉയർന്നു വന്നിരിക്കുന്നു. ഈ ചടങ്ങിൽ സ്ത്രീകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഒരു ശുഭദിനത്തിൽ തിരുവനന്തപുരത്ത് ഒത്തുകൂടുന്ന വലിയ ജനക്കൂട്ടം ഉത്തരേന്ത്യയിലെ കുംഭമേളയെ അനുസ്മരിപ്പിക്കുന്നു. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. എല്ലാറ്റിലും വെച്ച് ഏറ്റവും ശുഭകരമായവളെ, ഹേ ശിവപത്നിയെ, എല്ലാ ലക്ഷ്യങ്ങളെയും ആഗ്രഹങ്ങളെയും നിറവേറ്റുന്നവളെ, എല്ലാ അന്വേഷകരുടെയും അഭയമേ, ഹേ 3 കണ്ണുള്ളവളെ, ഹേ ഗൗരി, പ്രകാശപൂരിതയായ ദേവതേ, ഹേ നാരായണി, ഞാൻ നിന്നെ ഭക്തിപൂർവം വണങ്ങുകയും എന്റെ വണക്കം അർപ്പിക്കുകയും ചെയ്യുന്നു. ഈ പ്രപഞ്ച സൃഷ്ടിയുടെ അമ്മയാണ് ദേവി ദുർഗ. തൃക്കണ്ണുമായി വസിക്കുന്ന ദേവി ഈ പ്രപഞ്ചത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ പല രൂപത്തിലും ഭാവത്തിലും വസിക്കുന്നു. ഭൂതം, ഭാവി, വർത്തമാനം എന്നീ 3 കാരണങ്ങളും അമ്മ പ്രതിനിധീകരിക്കുന്നു. എല്ലാ ഭക്തജനങ്ങൾക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.